ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബ്രസീലിയൻ സ്റ്റിച്ച് ഫ്ലവറാണ്. ഇതാ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഫ്ലവർ ഇവിടെ കാണാം. ഇതിലേക്കായി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 5 കളർ ത്രെഡാണ്. ഗ്രീനിൻ്റെ ഷെയ്ഡ്സും യെല്ലോയുടെ ഷെയ്ഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ക്രീം കളർ ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഞാനൊരു ബ്രസീലിയൻ സ്റ്റിച്ച് ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവർ കുറച്ചുകൂടി ഭംഗിയുള്ള വലിയൊരു ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ക്രീം കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ത്രെഡ് 6 strands ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ത്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഈ ഫ്ലവറിൻ്റെ മിഡിൽ ചെയ്തതിന് ശേഷമാണ് ഫ്ലവർ ചെയ്യുന്നത്. എംബ്രോയ്ഡറി വർക്ക് കാണുമ്പോൾ ചിലരൊക്കെ നീഡിലിൻ്റെ സൈസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നീഡിലിൻ്റെ സൈസ് കാണിച്ചത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 5 ആണ് നീഡിലിൻ്റെ സൈസ്. ഈ ബ്രസീലിയൻ ഫ്ലവറിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ വലുപ്പത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഷെയ്ഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് വരുന്ന ഭാഗത്താണ് ഡാർക്ക് യെല്ലോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ക്രീം ഷെയ്ഡ് മിഡിലിൽ ചെയ്തത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കളർ കോമ്പിനേഷനിലും കൊടുക്കാം. അതായത് ഇൻസൈഡ് നല്ല ഡാർക്ക് യെല്ലോയും ഔട്ട് സൈഡ് വരുമ്പോഴേക്കും ക്രീം കളർ വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 6 strands ത്രെഡ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും, നല്ല പ്രൊജക്ഷനിൽ കിട്ടുകയും ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം, ഇതെങ്ങനെയാണ് ബാക്കിൽ ടൈ ചെയ്യുന്നതെന്ന്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതാ ഈ കാണുന്ന പോലെയാണ് ഞാൻ നോർമലി ടൈ ചെയ്ത് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് ലൈറ്റ് കളർ യെല്ലോ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് 6 strands ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെയ്യുവാണെങ്കിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പ്രൊജക്ഷനിലെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് കളർ യെല്ലോ യൂസ് ചെയ്യാം. ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ലെയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡാർക്ക് യെല്ലോ യൂസ് ചെയ്തിട്ട് 2 ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവറിന് കുറച്ച് സൈസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എന്തുമാത്രം സൈസിലെ ഫ്ലവർ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതേപോലെ നോട്ട്സ് ഇടുമ്പോൾ അതിൻ്റെ എണ്ണവും കൂട്ടി കൊടുക്കുക. അതേപോലെ ലെയേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലീഫ് സ്റ്റെം എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം. നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്.
ഇതാ ഈ ഫ്ലവറിന് നമുക്ക് ഒരു ലെയർ കൂടി കൊടുത്തിട്ട് കൂടുതൽ ഭംഗിയാക്കാം. അപ്പോൾ ഈ ബ്രസീലിയൻ സ്റ്റിച്ച് കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും, നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ശരിക്കും ഒരു 3D എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ സ്റ്റിച്ചിന് ഇത്ര ഭംഗി കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫെദർ സ്റ്റിച്ചും ഫ്ലൈ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ട് ലീവ്സും സ്റ്റെമ്മും ഫിനിഷ് ചെയ്യാം. പിന്നെ നമുക്ക് അതേപോലെ ഇടയ്ക്ക് കുറച്ച് ബഡ്സ് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കോളൂ. ഫെദർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഈസിയാണ്. ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഏരിയ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഫ്ലൈ സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ലീഫ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഒരു 5 to 6 സ്റ്റിച്ചസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു ലീഫ് ഫിനിഷ് ആവും. ഇതാ ഈ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളൂ. നമ്മുടെ ഫ്ലവർ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബഡ്സ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓരോ ഫെദറിൻ്റെയും നടുക്കായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 times ടേൺ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പ്രൊജക്ഷനുള്ള ബഡ്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ബഡ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് യെല്ലോ കളർ ത്രെഡാണ്. ഈ ത്രെഡ് 6 strands ആണ് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബഡ്സ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്രീം കളറോ യെല്ലോ അതേപോലെ ഷെയ്ഡ് ഇട്ട് നമുക്ക് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആയിട്ടൊരു സ്കൈ ബ്ലൂ കളർ ബഡ്സ് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. അതൊക്കെ നമുക്ക് ഏത് കളറാണ് വേണ്ടത്, നമ്മുടെ ഡ്രസ്സിൻ്റെ മാച്ചിങ് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ഇതിന് യെല്ലോ തന്നെയാണ് ചെയ്യുന്നത്. ഒത്തിരി പേര് വീഡിയോ കണ്ടതിന് ശേഷം ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ട്രേസിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ഡിസൈൻ വരയ്ക്കലും ട്രേസിങ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇതേപോലത്തെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സെയിം ഡിസൈൻ തന്നെ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത്, എങ്ങനെ സാരിയിലേക്ക് ട്രേസ് ചെയ്യാം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സാരിയോ കുർത്തിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പിക്ചേഴ്സ് റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കളർ കോമ്പിനേഷനെ കുറിച്ച് നല്ല ഐഡിയ കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ത്രെഡ് വാങ്ങുവാണെങ്കിൽ പല കളർ ഷെയ്ഡ് ത്രെഡുകൾ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ത്രെഡ് വാങ്ങുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കളേഴ്സ് മിനിമം 10 to 12 നമ്പേഴ്സ് ആവശ്യം വരാറുണ്ട്. ഡിസൈൻസിൻ്റെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ചിട്ടാണ് ത്രെഡിൻ്റെ എണ്ണവും കൂടുന്നത്. അപ്പോൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ത്രെഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തീർന്നു പോയിട്ട് കളറ് കിട്ടാതെ വരും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഈ ഡിസൈൻ ഫിനിഷ് ചെയ്ത സമയത്ത് എനിക്ക് ഇതിൻ്റെ മിഡിൽ പോർഷൻ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് തോന്നി. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ക്രീം കളറിലെ ബഡ്സ് കൂടി ചെയ്യുക കേട്ടോ. ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 ലീഫും ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ഞാനിവിടെ കുറച്ച് ബഡ്സ് യൂസ് ചെയ്തിട്ട് ഈ മിഡിൽ പോർഷൻ കൂടി ഒന്ന് ഫില്ല് ചെയ്യുവാണ്. ഇന്നത്തെ ഈ ബ്രസീലിയൻ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുള്ളൂ. ഇതാ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you for watching. We'll meet soon.